വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. അവതരണം റാഫി പാറക്കാട്ടിൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സിറ്റി എക്സ്ചേഞ്ച്, ദോഹ, ഖത്തർ. അധ്യായം 484. ജീവിതത്തിന്റെ മൂല്യം തിരിച്ചറിയുക. ഇന്ന് രാവിലെ ഞാൻ എൻ്റെ കൈകൾ കൊണ്ട് തന്നെയാണ് എൻ്റെ വസ്ത്രങ്ങൾ ധരിച്ചത്. ഇപ്പോഴും അവ എൻ്റെ ശരീരത്തിലുണ്ട്, അതെനിക്കറിയാം. പക്ഷേ ഈ വസ്ത്രങ്ങൾ എൻ്റെ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് ഞാൻ തന്നെ അഴിച്ചു മാറ്റുമോ? അതോ എൻ്റെ മയ്യത്ത് കുളിപ്പിക്കുന്നവൻ്റെ മരവിച്ച കൈകളാണോ ഇത് നീക്കം ചെയ്യുക എന്നെനിക്കറിയില്ല. അറബി സാഹിത്യത്തിലെ അതികായനായ മുസ്തഫ ലുത്ഫി മൻഫലൂത്തിയുടെ ശ്രദ്ധേയമായ വരികളാണിത്. അമൂല്യമായ ജീവിതത്തിൻ്റെ നിസ്സാരത ബോധ്യപ്പെടുത്തുന്ന ചിന്തോദ്ദീപകമായ വരികൾ. ജീവിതയാത്ര എപ്പോൾ വേണമെങ്കിലും അവസാനിക്കാമെന്നതിനാൽ ജീവിതത്തിൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞ് ഓരോ നിമിഷങ്ങളും മനോഹരമാക്കണമെന്നാണ് ഈ വാചകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ആവർത്തിക്കപ്പെടാത്ത അനർഘ നിമിഷങ്ങളുടെ ആകെത്തുകയാണ് ജീവിതം എന്നാണ് പറയാറുള്ളത്. ജീവിതം നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ വരദാനമാണ്. നാം ഒരു വിലയും കൊടുക്കാതെ ലഭിച്ച ഈ മഹത്തായ ദാനത്തിൻ്റെ മൂല്യം നാം പലപ്പോഴും തിരിച്ചറിയാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. ജീവിതത്തിൻ്റെ മൂല്യം തിരിച്ചറിയുക എന്നത് നമ്മുടെ ഓരോ നിമിഷത്തിൻ്റെയും വില മനസ്സിലാക്കുന്നതാണ്. ഒരു ദിവസം നഷ്ടപ്പെടുന്നത് ഒരു ചെറിയ കാര്യമെന്ന് തോന്നാം, പക്ഷേ ആ ദിവസം ഒരിക്കലും തിരികെ വരില്ല. ഒരവസരം കൈവിടുന്നത് ഒരു പിഴവെന്ന് തോന്നാം, പക്ഷേ അത് ജീവിതം മാറ്റിയേക്കാവുന്ന വഴിത്തിരിവായിരിക്കാം. അതിനാൽ ഓരോ നിമിഷത്തെയും വിലമതിക്കുകയും സന്തോഷിച്ചും സന്തോഷം പകർന്നും അവ അനശ്വരമാക്കുകയും ചെയ്യുവാൻ സ്വോദ്ദേശ്യപരമായ ശ്രമങ്ങളുണ്ടാവണം. സമയം, ബന്ധങ്ങൾ, ആരോഗ്യം, മനഃശാന്തി, ആത്മവിശ്വാസം എന്നിവയൊക്കെ ജീവിതത്തെ അടയാളപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. പണം, പദവി, പ്രശസ്തി തുടങ്ങിയ അലങ്കാരങ്ങൾ വരും പോകും. പക്ഷേ നഷ്ടപ്പെട്ട സമയം, വിങ്ങിപ്പോയ ബന്ധങ്ങൾ, അലക്ഷ്യപ്പെട്ട ആരോഗ്യം മുതലായവ നഷ്ടപ്പെട്ടാൽ വീണ്ടെടുക്കൽ പ്രയാസകരമായിരിക്കും. അതിനാൽ നിത്യവും മനസ്സാന്നിധ്യത്തോടെ നന്മ ചെയ്യാനും ചുറ്റും സന്തോഷം പ്രസരിപ്പിക്കാനും പരിശ്രമിക്കുക. പുഞ്ചിരി എന്ന ദാനം പിശുക്കില്ലാതെ കൊടുക്കാനായാൽ ജീവിതം കൂടുതൽ ഹൃദ്യമാകും. മറ്റുള്ളവരുടെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരിക്ക് കാരണമാവുകയെന്നത് തന്നെ വലിയ പുണ്യമാണ്. ഓരോ ദിവസവും ഒരു അവസരമായി കാണുക. ചെറിയ കാര്യങ്ങളിലും സന്തോഷം കണ്ടെത്തുക. നമ്മെ സ്നേഹിക്കുന്നവരെ വിലമതിക്കുക. നമ്മുടെ ആരോഗ്യത്തിന് പ്രഥമ പരിഗണന നൽകുക. ഓരോ നിമിഷവും അർത്ഥവത്താക്കുക. എങ്കിൽ ജീവിതം കൂടുതൽ മനോഹരമാകും. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കാൾ പ്രധാനം ആ കാര്യങ്ങളോട് നാം എങ്ങനെ പ്രതികരിക്കുന്നുവെന്നതാണ്. പ്രതിസന്ധികളെ തളർച്ചയായി കാണാതെ വളർച്ചയ്ക്കുള്ള പടവുകളായി കാണുമ്പോൾ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. വിശ്വാസവും ആത്മവിശ്വാസവും കൈമുതലായുണ്ടെങ്കിൽ എന്തും നേടിയെടുക്കാനായിരിക്കും. ലക്ഷ്യബോധത്തോടെയുള്ള ചെറിയ ചുവടുവെപ്പുകൾ പോലും വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിക്കുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. മറ്റുള്ളവരുമായി നമ്മെ താരതമ്യം ചെയ്യുന്നതിന് പകരം ഇന്നലത്തെ നമ്മളെക്കാൾ മികച്ചതാകാൻ ഇന്ന് ശ്രമിക്കുക. സ്വയം മെച്ചപ്പെടുത്തുന്ന പ്രക്രിയയാണ് യഥാർത്ഥ വിജയം. നമ്മുടെ മനസ്സിനെ നാം നിയന്ത്രിച്ചില്ലെങ്കിൽ സാഹചര്യങ്ങൾ നമ്മെ നിയന്ത്രിക്കാൻ തുടങ്ങും. അതിനാൽ പോസിറ്റീവായ ചിന്തകൾ കൊണ്ട് മനസ്സിനെ കരുത്തുറ്റതാക്കാനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ജീവിതത്തിൻ്റെ മൂല്യം തിരിച്ചറിയുന്നവൻ ഒരിക്കലും ചെറിയ കാര്യങ്ങളിൽ തളരില്ല. കാരണം തനിക്ക് ലഭിച്ചിരിക്കുന്നത് ഒരു അവസരം മാത്രമല്ല, ഒരു ഉത്തരവാദിത്തമാണെന്ന് അവനറിയാം. ഓർക്കുക, അടുത്ത നിമിഷം എന്ത് എന്ന് പോലും തീർച്ചയില്ലാത്ത ചെറുതാണ് ജീവിതം. പക്ഷേ അതിൻ്റെ അർത്ഥം വളരെ വലുതാണ്. അതിനാൽ ജീവിതത്തെ വെറുതെ കടന്നു പോകാൻ അനുവദിക്കരുത്. അതിനെ സൃഷ്ടിക്കുക, അനുഭവിക്കുക, അർത്ഥവത്താക്കുക. എങ്കിൽ ഓരോ അനിശ്ചിതത്വവും വിസ്മയകരമായ മുഹൂർത്തങ്ങൾ സമ്മാനിക്കും. വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 00974552625 എന്ന വാട്സാപ്പ് നമ്പറിലോ ceomedia+@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.